അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സസൈസ് 1.1 ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 5 സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതിലത്തെ ഒന്ന് ചെയ്തു അല്ലേ. ഇനി അടുത്ത അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ വരുന്ന രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ്. എ എന്ന് പറയുന്ന സെറ്റ് ഇവിടെ തന്നിട്ടുള്ളത് നാച്ചുറൽ നമ്പേഴ്സാണ്. ഇവിടുത്തെ റിലേഷൻ എന്ന് പറയുന്നത് ഓർഡേഡ് പെയർ എക്സ് വൈ റിലേഷനിൽ വരണമെങ്കിൽ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 5. അതായത് എക്സിൻ്റെ ഒപ്പം 5 കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് വൈ കിട്ടണം. ആൻഡ് പിന്നെ ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്, എക്സ് ലെസ് ദാൻ 4. ലെസ് ദാൻ 4 എന്ന് പറഞ്ഞാൽ എന്താ? 4നേക്കാൾ ചെറുതായിരിക്കണം. 4നേക്കാൾ ചെറുതായിരിക്കണം എന്ന് എക്സ് ലെസ് ദാൻ 4 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനർത്ഥം എക്സ് 4നേക്കാൾ ചെറുതാവണം. അപ്പോൾ എക്സിന് ഏതൊക്കെ വാല്യൂ വരാം? 0 വരുമോ? വരില്ല. കാരണം എന്താ? നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലേ. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്ന് തൊട്ടിട്ടാണ് തുടങ്ങുക? 1 2 3 എക്സെട്ര. അപ്പോൾ 4ൻ്റെ ചെറുതായിട്ടുള്ള എക്സുകൾ ഏതൊക്കെയാണ് വാല്യൂ വരിക? 1 2 3. 1ഉം 2ഉം 3ഉം മാത്രമല്ലേ വരുള്ളൂ. അപ്പോൾ എക്സ് 1 ആവുമ്പോൾ വൈ എന്താവും? വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 5 ആണ്. അപ്പോൾ 1 + 5 6. എക്സ് 2 ആവുമ്പോൾ വൈ ഈസ് ഈക്വൽ ടു 2 + 5 7. എക്സ് 3 ആവുമ്പോൾ വൈ ഈസ് ഈക്വൽ ടു 3 + 5 8. ഇനി എക്സ് 4 വരുമോ? ഇല്ല. എക്സിന് 4നേക്കാൾ ചെറുതായിട്ടുള്ള നമ്പേഴ്സാണ് എക്സ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ റിലേഷൻ 6ലെ എലമെൻറ്റ്സ് എങ്ങനെയൊക്കെ എഴുതാം? എക്സ് 1 ആവുമ്പോൾ വൈ 6, എക്സ് 2 ആവുമ്പോൾ വൈ 7, എക്സ് 3 ആവുമ്പോൾ വൈ 8. അപ്പോൾ ഇത്രയും എലമെൻറ്റ്സ് ആണ് റിലേഷനിൽ വരുമോ. ഇനി നമുക്ക് എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? റിഫ്ലക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ റിഫ്ലക്സീവ് ആണോ? റിഫ്ലക്സീവ് ആവണമെങ്കിൽ എന്തൊക്കെ വേണം? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 1 2 2 3 3 4 4 5 5 6 6 അങ്ങനെ അതിൻ്റെ മൊത്തം റിലേഷനിൽ ഉണ്ടായാലാണ് റിഫ്ലക്സീവ് എന്ന് പറയുക അല്ലേ. അപ്പോൾ ഇവിടെ ഏതും ഇല്ല, 1 1 തന്നെ ഇല്ല. 1 1 എടുക്കുമ്പോൾ അതുണ്ടോ? 1 1 ഡസൻറ്റ് ബിലോങ്സ് ടു റിലേഷൻ. ദെർഫോർ ആർ ഈസ് നോട്ട് റിഫ്ലക്സീവ്. എല്ലാ നമ്പേഴ്സിനും നമ്മൾ എടുത്തിട്ടുള്ള സെറ്റിലെ എല്ലാ നമ്പേഴ്സിൻ്റെയും ഓർഡേഡ് പെയർ എ ബിലോങ്സ് ടു ആർ ആയാലാണ് റിഫ്ലക്സീവ് ആവുക അല്ലേ. ഇവിടെ അപ്പോൾ ഏതും ഇല്ല. അപ്പോൾ ഇനി അടുത്തത് സിമെട്രിക്. ഇനി സിമെട്രിക് ആകുമ്പോൾ നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്? എ ബി ആറിലുണ്ടെങ്കിൽ എന്തുകൂടെ ഉണ്ടാവണം? ബി എയും ആറിലുണ്ടാവണം. ചെക്ക് ചെയ്ത് നോക്കാം. 1 6 ആറിലുണ്ട് അല്ലേ. 1 6 ആറിലുണ്ട്. ബട്ട് എന്താ 6 1 ആറിലുണ്ടോ? ഇല്ല. 6 1 ആറിലില്ല. Therefore R is not symmetric. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമുക്ക് അല്ലാന്ന് തെളിയിക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി അല്ലേ. ഇത് സിമെട്രിക്കും റിഫ്ലക്സീവും ഒക്കെ ആവാൻ എന്താ? എല്ലാ നമ്പേഴ്സിനും സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് സിമെട്രിക്കിൻ്റെ കേസ് പറയുകയാണെന്ന് വെച്ചാൽ ഏതൊക്കെ എ ബികളുണ്ടോ അതിൻ്റെയൊക്കെ തിരിച്ചിട്ട ബി എകളും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ 1 6 എടുക്കുമ്പോൾ അതിൻ്റെ തന്നെ ഇല്ല. അപ്പോൾ അതിനർത്ഥം എന്താ? 6 സിമെട്രിക് അല്ല. ഇനി അടുത്തത് ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കാം. ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ ഞാൻ ഇവിടെ എ ബി വെച്ചിട്ടാണ് പറഞ്ഞത്, പക്ഷെ ടെക്സ്റ്റിലെ A1 A2 ആണ്, അതുകൊണ്ട് കൺഫ്യൂഷൻ ആവല്ലേ. ഇനി ട്രാൻസിറ്റീവ് വെച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ A1 A2 വെച്ചിട്ട് തന്നെ പറയാം. A1 A2 ബിലോങ്സ് ടു ആർ, A2 A3 ബിലോങ്സ് ടു ആർ. A1 A2ഉം A2 A3യും ആറിലുണ്ടെങ്കിൽ എന്തുണ്ടാവണം എന്നാണ് പറഞ്ഞത്? A1 A3 ആറിലുണ്ടാകണം. 1 6 എടുത്തു. അപ്പോൾ നമ്മൾ 1 6 എടുത്തു. പിന്നെ 6 വെച്ച് തുടങ്ങുന്നതിലുണ്ടോ? ഇല്ല. അപ്പോൾ A1 A2ഉം ആറിലുണ്ട്, A2 A3യും ആറിലുണ്ടെങ്കിലാണ് A1 A3 ഉണ്ടാവേണ്ടുള്ളൂ. ഇവിടെ നമുക്ക് എടുക്കാൻ തന്നെ കിട്ടുന്നില്ല അല്ലേ. ഈ സൈഡ് തന്നെ എടുക്കാൻ കിട്ടുന്നില്ല. ഇനി അടുത്ത നമ്പറിൻ്റെ അടുത്ത് 2 7 ആറിലുണ്ട്. പിന്നെ 7 വെച്ച് തുടങ്ങുന്നത് നമുക്ക് എടുക്കാനുണ്ടോ? ഇല്ല. അതുപോലെ 3 8 ആറിലുണ്ട്. പക്ഷേ ഈ 8 വെച്ച് തുടങ്ങുന്ന വേറെ ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഈ സൈഡ് എടുക്കാൻ തന്നെ ഇല്ല. ഇത് രണ്ടും എടുത്താൽ ഇത് രണ്ടും ആറിലുണ്ടെങ്കിലാണ് നമുക്ക് ഇത് ആറിലുണ്ട് എന്ന് പ്രൂവ് ചെയ്യണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് എടുക്കാൻ തന്നെ കിട്ടണില്ല. അപ്പോൾ ഇതേപോലെ എടുക്കാൻ കിട്ടാത്ത സിറ്റുവേഷനിൽ എന്താണെന്നാ പറയുക? ട്രാൻസിറ്റീവ് ആണെന്ന് പറയുക. ആർ ഈസ് ട്രാൻസിറ്റീവ്. കാരണം എന്താ? നമുക്ക് തെളിയിക്കേണ്ടത് എന്താണ്? A1 A2ഉം A2 A3യും ഉണ്ടെങ്കിലാണ് A1 A3 ആറിലുണ്ടാവേണ്ടുള്ളൂ. ഇവിടെ A1 A2 ഉണ്ട് അല്ലേ, പക്ഷെ A2 A3 എടുക്കാനുണ്ടോ? ഇല്ല. 6 1
6 എന്തില്ല, ഡസൻ ബിലോങ്സ് ടു ആർ ആണ്. 7 ടു അല്ല 6 1 ആവണോ? അങ്ങനെ 6 1 ആവണ്ട. 6ൽ തുടങ്ങുന്ന ഒരു ഓർഡേഡ് പെയർ ഇല്ല റിലേഷനിൽ. അതുപോലെ 7ൽ തുടങ്ങുന്ന ഒന്നില്ല, 8ൽ തുടങ്ങുന്നത് ഒന്നില്ല. അപ്പം നമുക്ക് ഇങ്ങനെ എടുക്കാനുണ്ടെങ്കിലാണ് ഇപ്പുറത്തെ കാര്യം ചിന്തിക്കണുള്ളൂ. അപ്പം ഇങ്ങനെ എടുക്കാൻ തന്നെ ഇല്ല. അപ്പം ഇങ്ങനെ എടുക്കാനില്ലെങ്കിലും നമ്മൾ എന്താ പറയുക, ആറ് ട്രാൻസിറ്റീവ് ആണ് എന്നാ പറയാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താ, റിഫ്ലക്സീവും അല്ല സിമെട്രിക്കും അല്ല, പക്ഷേ ട്രാൻസിറ്റീവ് ആണ് അല്ലേ. ഇനി അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം.